ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. സൗണ്ടിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ചെറുതായിട്ടൊരു തൊണ്ടവേദനയൊക്കെ ഉള്ളതാണ് കേട്ടോ. എണീറ്റ പെടതെ ബ്രഷും കൊണ്ട് ഞാൻ പുറത്തിറങ്ങി പല്ലേപ്പ് തുടങ്ങി. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ എൻ്റെ പല്ലേപ്പ്. അതെൻ്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. പല്ല് തേപ്പ് കഴിഞ്ഞതും അമ്മമ്മ കട്ടച്ചായ കൊണ്ട് വന്നു. പിന്നെ അത് കുടിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 9th മന്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലോ ഈ നടത്തം. പിന്നെ ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു നന്നായി നടക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി നടന്നു. അപ്പോഴേക്കും അമ്മമ്മ കഞ്ഞി കുടിക്കാനായിട്ട് വിളിച്ചു. കഞ്ഞിക്ക് സ്പെഷ്യലി കടലുപ്പേരിയാണ് കേട്ടോ. കഞ്ഞി കുടി കഴിഞ്ഞ് ഒരു ലഡ്ഡു കഴിച്ചു. ഇത് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വയറ് കാണാൻ ചടങ്ങിന് വന്നപ്പോൾ കൊണ്ടുവന്ന ലഡ്ഡുവാണ് കേട്ടോ. പിന്നെ അത് കുടിക്കാനുള്ള തയ്യാറെടുപ്പുകളായി. എണ്ണ തേക്കാണ് തലയിൽ. കാച്ചിയാണ് ഞാനിട്ട് തേക്കുന്നത്. അത് അമ്മയുടെ ഓരോ കൂട്ടുകളാണ് അതിൽ. അതൊക്കെ കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ചെറുപ്പം മുതലേ അമ്മയുടെ ഈ കാച്ചി തന്നെയാണ് ഞാൻ തേക്കുന്നത്. പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു മാറ്റം വന്നത്. പിന്നീട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നു. കൂലിയൊക്കെ കഴിഞ്ഞത് കയറിയുള്ളൂ. പ്രഗ്നൻസി ഏറ്റവും ടാസ്ക് പിടിച്ച കാര്യം കൂലിയാണ്. ഈ മേലും തലയിലൊക്കെ എണ്ണ തേച്ച് പിടിച്ച് കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു 1-1.5 മണിക്കൂർ എന്തായാലും പിടിക്കും. കൂലിയൊക്കെ കഴിഞ്ഞത് റെഡിയായി. മുഖത്തൊരു പാട് വന്നിട്ടുണ്ട്. അത് ഇന്നലെ പച്ചമാങ്ങ തിന്നതിൻ്റെ പശ തെറിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഉച്ചയോടിന് സമയം പോകുന്നതേ അറിയുന്നില്ല. ഉച്ചയ്ക്ക് ചോറിന് കടലുപ്പേരിയുണ്ട്, മുട്ട പൊരിച്ചിട്ടുണ്ട്, പേര് അച്ചാറ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചു. എപ്പോഴും ഫുഡ് അടിയാണെന്ന് കരുതരുത്. ഉണ്ണിക്കിട്ട് വെയിറ്റ് കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഫുഡ് നന്നായി കഴിക്കാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഡോക്ടർ. ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞാനും അമ്മാവിയും കുറച്ച് നേരം ഉറങ്ങാനായിട്ട് കിടന്നു. ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും ഏട്ടനും അമ്മയും സാധനമൊക്കെ വന്നു കേട്ടോ. പിന്നെ ചായ കുടിച്ചു. ചായക്ക് ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, അതും കഴിച്ചിരിപ്പാണ്. പിന്നെ നടത്തത്തിന് ഇറങ്ങി. എന്നെ നടത്തിക്കാനാണ് ഏട്ടൻ മെയിനായിട്ട് ഈ വൈകിട്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് നടക്കാൻ ഭയങ്കര മടിയാണ് ഏട്ടന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആൾ പണി കഴിഞ്ഞ് ഉടനെ ഇങ്ങ് വരും എന്നെ നടത്തിക്കാനായിട്ട്. PT മാഷിനെ പോലെ നമ്മൾ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞ് നടത്തിക്കണ പോലെ ഏട്ടൻ എന്നെ നടത്തിക്കുക. പിന്നെ നല്ല ക്ലൈമറ്റാണ്, നടക്കാൻ നല്ലത്. എൻ്റെ വീട് വരുന്നത് മണ്ണുത്തി പട്ടാളക്കുന്ന് ഭാഗമാണ്. ഇവിടെ നിറയെ കുന്നും മലയും മരങ്ങളൊക്കെ ആയതുകൊണ്ട് നടക്കാൻ വലിയ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. നല്ല വഴികളാണ്. അങ്ങനെ ഒരു 5-6 കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചേട്ടൻ. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് തന്നെ കയറ്റിയതിന് ശേഷം ഏട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. സാനിയും അവിടെ ഫോണിൽ കളിച്ചിരിക്കുക. നടക്കാൻ കൂടെ വരുമ്പോൾ അവൾക്ക് മടിയായിട്ട് അവൾക്ക് ഫോണിൽ കളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 8 മണിയായപ്പോൾ വീട്ടിലെല്ലാവരുടെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉമ്മർത്തിരുന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കളിപ്പിക്കാനായിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിരുന്നു. പിന്നെ സാനിയന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. ആദ്യം ആൾ തിന്നൊന്നുമില്ല, പിന്നെ ആൾ പതുക്കെ തിന്നു. അതിനെ നോക്കി കുറച്ച് നേരം നിന്നു. അതൊക്കെ കഴിഞ്ഞത് അകത്ത് കയറി ഒന്നുകൂടെ ഒന്ന് കുളിച്ചു. ചൂട് ഭയങ്കരമാണ് എനിക്ക്. ഈ സമയത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. പിന്നെ രാത്രിയിലെ ഭക്ഷണം കഴിക്കാൻ സമയമായി. ചോറിന് ഉണക്കച്ചെമ്മീനും കായും വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രാല് വറുത്തതും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന് ശേഷം പിന്നെയും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായി ഇരിക്കണ കണ്ട് കഴിഞ്ഞാൽ അമ്മയും അമ്മമ്മയും തുടങ്ങും. മോളെ കുറച്ച് നേരം നടക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് നേരം. അതിനുശേഷം ഒരു ഗ്ലാസ് പാല് കുടിച്ച് പിന്നെ രാത്രിയിലെ ഗുളികയും കഴിച്ച് കിടന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.